ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ജൂലൈ മാസം 29-ാം തീയതി എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നല്ല ദിവസത്തിൻ്റെ ശുഭദിനാശംസകൾ നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന യോശുവയുടെ പുസ്തകം 19-ാം അധ്യായമാണ്. ഈ അധ്യായം മനോഹരമായിരിക്കുന്ന അധ്യായമാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും ഹൃദ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. 40 വർഷത്തെ മരുഭൂമിവാസം കഴിഞ്ഞ് ഇസ്രായേൽ മക്കളെ കനാനിലെത്തി 7 വർഷങ്ങൾ കൊണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് കനാൻ നാട് അവർ സ്വന്തമാക്കി. 2.5 ഗോത്രങ്ങൾക്ക് യോർദാന കിഴക്ക് വശത്ത് അവകാശം നൽകപ്പെട്ടു. ബാക്കിയുള്ള 9 ഗോത്രങ്ങൾക്ക് കനാനിലാണ് അവകാശം കിട്ടിയത്. യോശുവ ആ അവകാശം നേടിക്കൊടുക്കുവാനായിട്ട് വളരെ അധ്വാനിച്ചു. യോശുവ നല്ലൊരു ജനറലും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവനും ത്യാഗം സഹിക്കുന്നവനുമായൊരു മനുഷ്യനായിരുന്നു. ഭയം കൂടാതെ യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. വിവേകമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു നല്ല ജനറലായിരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദേശം അവകാശമാക്കി തന്ന നേതാവിനോട് നന്ദി കാട്ടണം എന്ന് ജനങ്ങളും തീരുമാനിച്ചു. ഒരു നല്ല കാര്യമാണ്. ജനങ്ങളെല്ലാം കൂടെ 9 ഗോത്രക്കാർ കൂടി അവർ പറഞ്ഞു, യോശുവ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു, താനില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ നാട് കിട്ടുകയില്ലായിരുന്നു. നമുക്ക് യോശുവയ്ക്ക് എന്തെങ്കിലും ഒരു നന്ദി പറയരുത്, ഒരു താങ്ക് യു നോട്ട് യോശുവയ്ക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ശരി, അവർ തീരുമാനിച്ചു യോശുവയ്ക്ക് ഒരു അവകാശം കൊടുക്കണമെന്ന്. അക്കാര്യം അവർ യോശുവയോട് പറഞ്ഞു, ഞങ്ങൾ നിനക്കൊരു അവകാശം തരാനായിട്ട്, നീ ഞങ്ങൾ 9 ഗോത്രങ്ങൾക്ക് അവകാശം തന്നു, നിനക്കൊരു അവകാശം തരാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ യോശുവ പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല. അത് നല്ല തീരുമാനമാണ്. എന്ത് കാര്യമായാലും ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ അനുവാദം വാങ്ങിയിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തോട് അവകാശം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് യോശുവയ്ക്ക് അവകാശമായി കൊടുക്കാനായിട്ട് പറഞ്ഞു. യോശുവ അതാണ് ആഗ്രഹിച്ചത്. ദൈവം പറഞ്ഞു, അത് തന്നെ നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഏത് തീരുമാനം എടുക്കുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കുവാൻ. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നാം തീരുമാനങ്ങൾ എടുത്താൽ പലപ്പോഴും കിട്ടുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വരികയില്ല. അങ്ങനെ തിമ്നത്ത് സേരഹ്, എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് യോശുവ ചോദിച്ചു. ദൈവം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അതിന് പ്രകാരം ഇസ്രായേൽ മക്കൾ അത് കൊടുത്തു. അങ്ങനെ ജനം സന്തോഷത്തോടെ എഫ്രൈം മലനാട്ടിലെ തിമ്നത്ത് സേരഹ് യോശുവയ്ക്ക് നൽകി. താൻ എഫ്രൈം ഗോത്രക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഗോത്രത്തിൽ തനിക്ക് അവകാശം താൻ ചോദിച്ചില്ല. താൻ എത്ര ശ്രദ്ധയാണ്. വേണമെങ്കിൽ തനിക്ക് യഹൂദാ ഗോത്രത്തിലോ ബെന്യാമിൻ ഗോത്രത്തിലോ തനിക്കൊരു അവകാശം ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ആ യഹൂദാ ഗോത്രത്തിലെ ആ പ്രധാന സ്ഥലമുണ്ടല്ലോ, അതെനിക്ക് തന്നേരെ. അങ്ങനെ പറഞ്ഞില്ല. കാരണം വേറൊരു ഗോത്രക്കാരൻ്റെ ഒരു സ്ഥലം തനിക്ക് അവകാശമെടുത്തില്ല. തൻ്റെ ഗോത്രത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ താൻ വേറെ ആരുടെയും അവകാശം നഷ്ടമാക്കുകയല്ല ചെയ്തത്. നാമും അതൊരു നല്ല പാഠമാണ്. എഫ്രൈം ഗോത്രക്കാരനായ യോശുവ അന്യഗോത്രത്തിൽ നിന്നുള്ളൊരു സ്ഥലം ചോദിക്കാതെ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ഥലം തന്നെയാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ തനിക്ക് അർഹതയില്ലാത്തത് ഒരിക്കലും തന്നെ അവകാശമാക്കിയില്ല. പിൽക്കാലത്ത് ആരും പറയരുത്, യോശുവ ആളൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞാലും കണ്ടില്ലേ ഒരു അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞപ്പം യഹൂദാ ഗോത്രത്തിൽ നിന്നോ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നോ മറ്റേ ഗോത്രത്തിൽ അവിടെ അവകാശം ഏറ്റെടുത്തു, തനിക്ക് ആ ദേശത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അവിടെ ചോദിക്കാൻ വയ്യായിരുന്നു എന്നൊന്നും ആരും യോശുവയ്ക്കെതിരെ ഒരു വാക്ക് പറയാനായിട്ട് യോശുവ അനുവദിച്ചില്ല. നാം ശ്രദ്ധിക്കുന്നതാണ്, നാം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളായിരിക്കരുത് നേടിയെടുക്കുന്നത്. നാം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തിയിട്ടായിരുന്നു ലാഭം എടുക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ് പറയാറുണ്ട്, ആർക്കെങ്കിലും ലാഭം വരണമെങ്കിൽ ആർക്കെങ്കിലും നഷ്ടം വരണമെന്ന്. വേണ്ട, ആർക്കും നഷ്ടം വരാതെ ലാഭം ഉണ്ടാക്കാം. അതാണ് ഇവിടെ യോശുവ ചെയ്തത്. വേറെ 12 ഗോത്രങ്ങളുണ്ട്. വേറൊരു ഗോത്രത്തിൽ നഷ്ടം വരാതെ തൻ്റെ ഗോത്രത്തിൽ നിന്നും തനിക്ക് ന്യായമായി കിട്ടേണ്ട ഒരു അവകാശമുണ്ടല്ലോ. ഏതായാലും ആ ഗോത്രത്തിലെ വസ്തുക്കളെ ആ ഗോത്രത്തിലെ കുടുംബക്കാർക്ക് വിഭജിച്ച് കൊടുക്കുമ്പോൾ തനിക്ക് അവിടെ ഒരു ഭാഗം കിട്ടുമല്ലോ. യോശുവന് ഇഷ്ടമുള്ളൊരു സ്ഥലം ചോദിച്ചെന്നേ ഉള്ളൂ, തിമ്നത്ത് സേരഹ് തരണമെന്ന്. അതുകൊണ്ട് താൻ അന്യായമായിട്ടൊന്നും ചെയ്തില്ല. താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ഥലം തന്നെ ചോദിച്ചു. തനിക്ക് അർഹതയില്ലാത്ത ഒരിക്കലും താൻ അവകാശമാക്കിയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. നമുക്ക് അർഹതയില്ലാത്തത് നാം ഒരിക്കലും ചോദിക്കരുത്. കൂടാതെ ജനങ്ങളെ വിളിച്ചു കൂട്ടി യോശുവ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്തോ ഒരു പ്രയാസപ്പെട്ട് അധ്വാനിച്ച് എന്തോ ഒരു യുദ്ധം ചെയ്യുന്നു, നിങ്ങൾക്കെല്ലാം അവകാശം കിട്ടി, എനിക്കും ഒരു കൂലി വേണം, എനിക്കും ഒരു അവകാശം വേണം, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്കൊരു സ്ഥലം തരണം. അങ്ങനെയൊന്നും യോശുവ പറഞ്ഞില്ല. യോശുവ തൻ്റെ അവകാശത്തിന് വേണ്ടി ഒരിക്കലും ചോദിച്ചില്ല, എനിക്കൊരു അവകാശം തരണമെന്ന് ചോദിച്ചില്ല. മറിച്ച് താങ്കൾക്കൊരു അവകാശം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ
എൻ്റെ ഗോത്രത്തിനകത്ത് തന്നെ എനിക്ക് തന്നാൽ മതി, വേറെ ഗോത്രത്തിൽ തരണ്ട. അത് എവിടെയാണെന്നുള്ളത് ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. തിമ്നത്ത് സേരഹ, ശരി, ദൈവം പറഞ്ഞ സ്ഥലം തന്നെ എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് യോശുവ പറഞ്ഞത്. ഭൂമി അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്, അതുകൊണ്ട് ഏത് സ്ഥലം കൊടുത്താലും യഹോവയുടെ സ്ഥലമാണെന്നുള്ളത് ശരിയാണെങ്കിലും സ്ഥലങ്ങൾ വീതിച്ചു കൊടുത്ത ശേഷം ഓരോരുത്തർക്കും അവകാശമായി കിട്ടി. ആ അവകാശത്തിൽ നിന്നും ഈ ഗോത്രക്കാരന്, എഫ്രൈം ഗോത്രക്കാരൻ വേറൊരു ഗോത്രത്തിലെ അവകാശം വാങ്ങിയില്ല. ഇതൊക്കെ യോശുവ എത്ര നല്ല മനുഷ്യനായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പലപ്പോഴും ലീഡർഷിപ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന ആളുകൾ സ്വാർത്ഥമതികളാണ്. ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ അവരുടെ സേവനം കൊണ്ട് മുതലെടുക്കുന്നവരാണ്. ദൈവത്തിന് വേണ്ടിയൊക്കെ സേവ ചെയ്യാമെന്നൊക്കെ പറയെങ്കിലും അവരുടെ ജീവിതത്തെ നോക്കി അറിയാം, ആളുകൾക്കില്ലാത്തതായിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടിയും വരുത്തും. ഒക്കെ കർത്താവിൻ്റെ വേലയിൽ നിന്നാണ്, സുവിശേഷം കൊണ്ടാണ്, സുവിശേഷം പ്രസംഗിച്ച് കിട്ടുന്നതാണ്. സുവിശേഷം പ്രസംഗിച്ചാൽ ഇത്രയധികം വലിയ കൊയ്ത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്താ, ചില ആളുകൾ അങ്ങനെ സുവിശേഷത്തിൻ്റെ കൊയ്ത്ത് ഭയങ്കര കൊയ്ത്താണ്, സ്വർണ്ണവേട്ടയാണെന്ന് തോന്നുന്നു സുവിശേഷം എന്ന് പറഞ്ഞാൽ. ദൈവജനത്തെ ചൂഷണം ചെയ്ത് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നവർ ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന വേലക്കാരല്ല. യോശുവയെ സംബന്ധിച്ച് പറയാനായിട്ട് കഴിയുന്ന, യോശുവ ഒരു മാന്യനായ മനുഷ്യനായിരുന്നു. താൻ ചെയ്ത കാര്യങ്ങൾ മാന്യമായിട്ടാണ് ചെയ്തത്, ഒരു പരാതിക്ക് ഇട കൊടുക്കാതെയാണ് ചെയ്തത്. അതൊരു അനീതി താൻ ചെയ്തില്ല. തൻ്റെ ഗോത്രത്തിൽ നിന്ന് തനിക്ക് ന്യായമായി കിട്ടേണ്ട ഒരു അവകാശം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഇസ്രായേൽ മക്കൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ നിനക്കൊരു അവകാശം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഗോത്രത്തെ ഒഴിവാക്കി ബാക്കിയുള്ളതായിരിക്കുന്ന ഗോത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്ന് തനിക്കൊരു അവകാശം കൊടുക്കാമായിരുന്നു. അങ്ങനെയല്ല അവർ കൊടുത്തത്, അങ്ങനെയല്ല അവർ ചോദിച്ചതും. അത് യോശുവോട് ചോദിച്ചപ്പോൾ യോശു പറഞ്ഞു, അങ്ങനെയെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഗോത്രത്തിൽ നിന്ന് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. നീതി ന്യായവുമായ കാര്യങ്ങൾ വേണം നേതൃത്വമുള്ളവർ ചെയ്യാൻ. നീതി ന്യായമല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ പിൽക്കാലത്ത് അതേക്കുറിച്ച് വളരെ ദുഃഖിക്കേണ്ടത് ആവശ്യമായി വരും. നമ്മുടെ തലമുറകൾ തമ്മിൽ വഴക്ക് കിട്ടേണ്ടത് ആവശ്യമായി വരും ഏതെല്ലാം സന്ദർഭങ്ങളിൽ. അപ്പോൾ പലപ്പോഴും നേതൃത്വത്തിൻ്റെ താല്പര്യം അവഗണിക്കപ്പെടുന്ന ഒരു സങ്കടകരമായ കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ വന്ന് അങ്ങ് പറഞ്ഞു, അവർ നല്ലവരായിരുന്നു. ഞാൻ വിചാരിച്ചു അവരുടെ കാര്യം നന്ദി, ഒരു താങ്ക് യു നോട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. നമുക്ക് വേണ്ടി വളരെ അധ്വാനിച്ചു, എത്ര യുദ്ധങ്ങൾ ചെയ്തു യോശുവ. ഈ യുദ്ധങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ അവകാശങ്ങൾ കൊടുത്തു. യുദ്ധത്തിൽ പിടിച്ചെടുത്തതായിരിക്കുന്ന സ്വർണവും വെള്ളിയും അതുപോലെ വസ്ത്രങ്ങളും കന്നുകാലികളും ആടുമാടുകളും എന്തോരുണ്ടായിരുന്നു. ഇതെല്ലാം ജനത്തിന് വിതരണം ചെയ്ത് കൊടുത്തു. കാരണം 2.5 ഗോത്രക്കാർ അക്കരയ്ക്ക് പോയപ്പോൾ അവർ കൊണ്ടുപോയതായിരിക്കുന്ന എമൗണ്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വളരെയധികം ധനത്തോടു കൂടിയാണ് അവർ പോയത്. അതുപോലെയുള്ള ധനമാണ് ഇവിടെ കിടന്നിട്ടും കിട്ടിയത്. യോശുവയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? യോശു ഒന്നും വെട്ടിപ്പിടിച്ച് കാണില്ല എനിക്ക് തോന്നുന്നു. ആളുകളൊക്കെ വെട്ടിപ്പിടിച്ച്, നേതാവല്ലേ, ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ ആദ്യം താൻ കയറി ആ വീട്ടിലെല്ലാം പറക്കിയെടുക്കുന്ന പറയുന്ന നാണക്കേടല്ലേ. അപ്പോൾ അതൊക്കെ പട്ടാളക്കാരെടുത്ത് കാണും. യോശു ഒന്നും എടുത്തില്ല. അതുകൊണ്ട് അവർ യോശുവയ്ക്ക് കൊടുത്തു കാണും, ദാനങ്ങൾ കൊടുത്തു കാണും, യോശുവയ്ക്ക് സ്ഥലവും കൊടുത്തു കാണും. അപ്പോൾ പലപ്പോഴും നേതൃത്വത്തിൻ്റെ താല്പര്യം അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമാണ്. നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരെ പരിഗണിക്കാതെ പോയെന്ന് വരും. അവർ അവകാശം ചോദിക്കുകയില്ല, എന്നാൽ അവരെ മറന്നു പോകുന്നത് തെറ്റാണ്. നാം അവരെ മാനിക്കണം. അവരുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്കും അവർ അനുഭവിച്ച കഷ്ടതകൾക്കും അർഹമായ പ്രതിഫലം അവർക്ക് നൽകണം. അതാണ് ബൈബിളിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. ആ പ്രമാണം വേണം. പല സഹോദരന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പം മരിച്ചുപോയി, ഞാനായിരുന്നു ജ്യേഷ്ഠന്, എൻ്റെ അനിയന്മാർ 4-5 പേരുണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു, അവരുടെ എല്ലാം വിദ്യാഭ്യാസം ചെയ്യിച്ചു, അവരുടെ എല്ലാം വിവാഹം കഴിച്ചു, ഇതൊക്കെ കഴിച്ചു. അവസാനം ഞാനിപ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട് ഇരിക്കുകയാണ്. അവരൊക്കെ ധനവാന്മാരായി, അവരൊക്കെ പഠിച്ച് മിടുക്കരായി, എനിക്ക് പഠിക്കാൻ അവസരവും കിട്ടിയില്ല. അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, കൃഷിയെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു, എല്ലാം വീതം വെച്ച് കൊടുത്തു. ഇപ്പോൾ എനിക്കെന്താണ്? എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ജോലിയില്ല, എനിക്ക് പെൻഷനുമില്ല എന്നവർ പറയാം. അങ്ങനെ ചെയ്യരുത്. സഹോദരന്മാർ കൂടി പറയണം, നമ്മുടെ ജ്യേഷ്ഠനായ സഹോദരനാണ്, തൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസം ചെയ്യിച്ചത്, നമ്മുടെ കൃഷിഭൂമിയാണ് അവൻ കൃഷി ചെയ്തത്, അതുകൊണ്ട് ന്യായമായ ഒരു പ്രതിഫലം അവന് കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ കൊടുക്കേണ്ടതാണ്. അങ്ങനെ അവന് കൊടുത്തില്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ന്യായമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവജനം നിഷ്കർഷിക്കുന്നു. അങ്ങനെ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, നന്ദിയോട് സ്തോത്രം. യോശുവയുടെ നല്ല മാതൃക, ഇസ്രായേലിൻ്റെ നല്ല മാതൃക ഒക്കെ ഞങ്ങൾ കേട്ട് കർത്താവേ, യോശുവ അവകാശം ചോദിച്ചപ്പോൾ തന്നെ തൻ്റെ ഗോത്രത്തിൽ നിന്ന് തനിക്ക് ന്യായമായി കിട്ടേണ്ടത് വേറൊരാളുടെ ഗോത്രത്തിൽ നിന്നല്ല, അന്യൻ്റെ അവകാശം തന്നെ ഒരിക്കലും ചോദിച്ചില്ല. അത് ദൈവത്തോട് ചോദിച്ച് ദൈവം പറഞ്ഞ സ്ഥലം തന്നെ ചോദിച്ചു വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുമായിരിക്കാൻ സഹായിക്കണമേ. അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവരായിട്ടല്ല, ദൈവത്തോട് ചോദിച്ച അവകാശങ്ങൾ വാങ്ങുന്നവരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഉപകാരം ചെയ്തവർക്കും നന്മ ചെയ്തവർക്കും പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പരാജയപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം. ദിവസത്തെ അനുഗ്രഹിച്ച് തന്നാട്ട്, കൃപ കൊണ്ട് നിറച്ചാട്ട്, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കാട്ടെ, മഹത്വം കൊടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.